തെറ്റുകാരനല്ല, എന്നെ കോടതി ശിക്ഷിച്ചിട്ടില്ല. അപ്പോൾ ഈ സമയത്ത് ഒരു സ്വകാര്യത എന്നുള്ള രീതിയിലുള്ള ഒരു അന്തസ് കീപ്പപ്പ് ചെയ്യാനുള്ള അവസരം മീഡിയ എല്ലാവരും എനിക്ക് തരണമെന്നാണ് എൻ്റെ റിക്വസ്റ്റ്. ഓക്കെ, താങ്ക് യു സർ. അതിൻ്റെ എല്ലാ ഡീറ്റെയിലും ഹൈക്കോടതിക്കും ഈ പറഞ്ഞ അന്വേഷണ ഉദ്യോഗസ്ഥരും കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ അവിടെ അതൊക്കെ അദ്ദേഹത്തിനോട് ചോദിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റി സംസാരിക്കുകയായിരുന്നു. എന്താണെങ്കിലും അല്പം മുമ്പ് നമ്മൾ കണ്ട പ്രതികരണത്തിന്റെ ആ ഒരു ശരീരഭാഷയൊന്നും ആയിരുന്നില്ല. ഇപ്പോൾ കുറച്ച് ശാന്തനായി തനിക്ക് സ്വകാര്യതയുണ്ട്, അത് മാനിക്കണം എന്നുള്ളതായിരുന്നു. അല്പം മുമ്പ് മാധ്യമങ്ങളോട് അല്പം കാർക്കശ്യമായി മാധ്യമപ്രവർത്തകരാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ കാർക്കശ്യത്തോടുകൂടി തനിക്കൊരു വ്യക്തിത്വമുണ്ട്, മാധ്യമങ്ങൾ തന്നെ ക്രൂശിക്കുകയാണ് എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമായിരുന്നു അപ്പോൾ തന്നിരുന്നതെങ്കിൽ ഇപ്പോൾ അല്പം കൂടി ശാന്തമായി ഒരു മറുപടി പറഞ്ഞിരിക്കുകയാണ്. വലിയ രീതിയിൽ വിവാദങ്ങൾ ഉടലെടുക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടി പോകുമ്പോൾ ഒരുപാടധികം ചോദ്യങ്ങൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി മറുപടി പറയേണ്ടതുണ്ട്. അതിൽ വ്യാപകമായ അന്വേഷണം നടക്കണമെന്നുള്ള, സമഗ്രമായ അന്വേഷണം നടക്കണമെന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികളടക്കമുള്ളവർ എല്ലായിടത്തു നിന്നുമുള്ള സമ്മർദ്ദം ആ രീതിയിൽ വരുന്നൊരു സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്താണ് സംസാരിക്കുന്നത് എന്നതടക്കം ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണം വരുന്നത്. ഡോക്യുമെൻറ്റുകൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് നമ്മൾ സബ്മിറ്റ് ചെയ്യും. എൻ്റെ പക്ഷം, എൻ്റെ ഭാഗം ശരിയോ തെറ്റൊന്ന് കോടതി തീരുമാനിക്കും. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഓരോരുത്തരും ഫോൺ വിളിക്കുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ മീഡിയയിലേക്ക് വരണ്ട, മീഡിയയിലേക്ക് ഇനി ഒരു മറുപടി കൊടുക്കണ്ടെന്നുള്ളത് കൊണ്ടും എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അന്വേഷണം നടക്കുകയില്ലേ, ദേവസ്വം വിജിലൻസ് അതിൻ്റെ അന്വേഷണമൊക്കെ നടത്തി അതിൻ്റെ കുറ്റക്കാരും തെളിവും ശരിയും തെറ്റുമൊക്കെ മനസ്സിലാക്കുന്ന സമയം നിങ്ങൾക്ക് വ്യക്തമായിട്ട് ലൈവായിട്ട് ഒരു മറുപടി ഞാൻ തരാം. നമ്മൾ അതെല്ലാം എന്താണെന്ന് പറയുക, ഒരു വിജിലൻസ് എന്ന് പറഞ്ഞ ഒരു ഒഫീഷ്യലായിട്ട് ചോദിക്കുന്ന ഒരു കാര്യം ഞാൻ ഈ മീഡിയയുടെ മുമ്പിൽ പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് തന്നെ ബന്ധപ്പെടണം. അല്ല, അതാ പറഞ്ഞേ, ഒരു ഉദ്യോഗസ്ഥർ പറയുന്ന കാര്യം എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയും. അല്ല, അതാ ഞാൻ പറഞ്ഞ, നിങ്ങളത് നിങ്ങളോട് എനിക്ക് പറയാൻ റൈറ്റ് ഇല്ല. നിങ്ങളതെന്താന്ന് ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാവും. ഇല്ലെങ്കിൽ അന്നത്തെ ദിവസം എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഹാജരാവണമല്ലോ. അതുകൊണ്ട് ഒരു മനുഷ്യൻ്റെ പ്രൈവസി ഇത് ചെയ്യാതെ ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്നത് എനിക്ക് ബോധ്യപ്പെടുത്താനും അതിൻ്റെ കാര്യവും കാരണവും ബോധ്യപ്പെടുത്താനുള്ള അവസരം തരണം. പിന്നെ നിങ്ങൾ മാഡം വിളിച്ചാൽ ഉറപ്പായിട്ട് ഹാജരാണല്ലോ. കാര്യം അതിൽ നിന്ന് ഒളിച്ചോടാൻ വഴിയോ? അതാണ് ഇപ്പം പറഞ്ഞത്. അതെനിക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്തെങ്കിലും എന്നോട് സജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മീഡിയയിൽ മുമ്പിൽ എനിക്ക് പ്രസൻറ്റേഷൻ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യണം, ഈ കാര്യങ്ങൾ എങ്ങനെ എപ്പോൾ എവിടെ വെച്ചായി എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഒരു ദിവസം കൊണ്ട് ഇപ്പോൾ ഹൈക്കോടതിയിലോട്ട് കേസ് ഫയൽ ചെയ്തതല്ലേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെടും. ഇവിടെ നിന്ന് ശരിക്ക് എൻ്റെ ഫാമിലിയുടെ പ്രൈവസി നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് ശരിയല്ല. കാര്യം എന്ന് പറഞ്ഞാൽ അത് ഞാനൊരു തെറ്റുകാരനല്ല, എന്നെ കോടതി ശിക്ഷിച്ചിട്ടില്ല. അപ്പോൾ ഈ സമയത്ത് ഒരു സ്വകാര്യത എന്നുള്ള രീതിയിലുള്ള ഒരു അന്തസ് കീപ്പപ്പ് ചെയ്യാനുള്ള അവസരം മീഡിയ എല്ലാവരും എനിക്ക് തരണമെന്നാണ് എൻ്റെ റിക്വസ്റ്റ്. ഓക്കെ, താങ്ക് യു സർ. അതിൻ്റെ എല്ലാ ഡീറ്റെയിലും ഹൈക്കോടതിക്കും ഈ പറഞ്ഞ അന്വേഷണ ഉദ്യോഗസ്ഥരും കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ അവിടെ അതൊക്കെ അദ്ദേഹത്തിനോട് ചോദിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. തിരുവനന്തപുരത്തെ വീട്ടെത്തിയപ്പോൾ ഉള്ള പ്രതികരണമാണ്. ദേവൻ എം പി അവിടെ നിന്ന് ചേരുന്നുണ്ട്. ദേവൻ, ഈ അല്പം മുമ്പ് നമ്മൾ കണ്ട പ്രതികരണത്തിൽ വളരെയധികം സമ്മർദ്ദത്തിൽ ഇരിക്കുന്നത് കൊണ്ടായിരിക്കാം, എന്താണെങ്കിലും വളരെയധികം ദേഷ്യത്തോടു കൂടിയുള്ള മാധ്യമങ്ങൾ ക്രൂശിക്കുന്നു എന്ന തരത്തിലുള്ള വാക്കുകളായിരുന്നെങ്കിൽ ഇപ്പോൾ വളരെ ശാന്തനായി കാര്യങ്ങളൊക്കെ അന്വേഷണം നടക്കട്ടെ, കൃത്യമായ ആർക്കെതിരെയും പ്രത്യേകമായ ആരോപണങ്ങളൊന്നും ഉന്നയിക്കാനൊന്നും തയ്യാറല്ല, അന്വേഷണത്തിലിരിക്കുന്ന കാര്യം ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ, എല്ലാ കാര്യത്തിനും തെളിവുകളുണ്ട്, മറ്റു കാര്യങ്ങളെല്ലാം താൻ പറഞ്ഞു വെക്കും എന്നുള്ള ശാന്തമായ മറുപടിയാണ് പറഞ്ഞു വെക്കുന്നത്. എങ്ങനെയായിരുന്നു പ്രതികരണമൊക്കെ? അദ്ദേഹത്തിന്റെ നിലപാട് എങ്ങനെയാണ്? ഈ മാധ്യമപ്രവർത്തകർ വീടിന് മുൻപിൽ കാത്തുനിന്നപ്പോൾ
ഇത്തരത്തിൽ മാധ്യമങ്ങളുടെ ഒരു പ്രതികരണം നടത്തിയത്. താൻ ഇപ്പോൾ കുറ്റക്കാരനല്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ആവർത്തിക്കുന്നത്. താൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല, തന്നെ കോടതി ശിക്ഷിച്ചിട്ടുമില്ല. തനിക്ക് ഇപ്പോൾ വേണ്ടത് സ്വകാര്യതയാണ്. താനും അമ്മയും. ശരി ദേവൻ, കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറുകളിൽ എന്താണെങ്കിലും വ്യക്തമാകും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബൈറ്റാണ് നമ്മൾ കേട്ടത്. അത് വളരെ ശാന്തമായിട്ടുള്ള മറുപടിയായിരുന്നു ഇപ്പോൾ പറഞ്ഞത്. ഒരുപാടധികം ചോദ്യങ്ങൾക്ക് പക്ഷേ ഉണ്ണികൃഷ്ണൻ മറുപടി പറയേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ദേവൻ MP ആണ് അവിടെ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.